ഞാൻ ഈ ലൈഫിലാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും ഒരു പാർട്ട്ണർ വേണമെന്ന്. ഓക്കെ, അതുകൊണ്ട് ഇനിയൊരു സംഭവം ഒരാൾ പാർട്ട്ണറിനെ തേടിപ്പോകില്ല കേട്ടോ. ലൈഫിലായിട്ട് ഞാൻ പറയുന്നത്, ബിസിനസ്സിലങ്ങനെയല്ല. പാർട്ട്ണർ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. പേഴ്സണൽ ലൈഫിനെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ആൾക്കാർ ഇത് വേറെ രീതി വിചാരിക്കും, നെഗറ്റീവായിട്ട് വിചാരിക്കില്ല. കാരണം ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച പാർട്ട്ണറാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം പേഴ്സണൽ ലൈഫിലാണെങ്കിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നമ്മൾ പാർട്ട്ണറായിട്ട് വെച്ചു. പാർട്ട്ണർ മീൻസ് നമുക്ക് എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ കാണണം, അതിനാണ് നമ്മൾ പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഡിഫിക്കൽട്ടി സിറ്റുവേഷനിലേക്ക് വീരുമോ അവിടെ നിന്ന് വേറെ ഒരുത്തിൻ്റെ കൂടുതൽ പോകുന്നതിൻ്റെ പാർട്ട്ണറിന് ഒരിക്കലും ലൈഫിൽ പറയത്തില്ല കേട്ടോ. ഇറ്റ് വാസ് പേഴ്സണൽ ലൈഫ്. അത് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഇപ്പോൾ ഈ തോട്ടിൻ്റെ പേര് ആരും ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി ഉള്ളതാണ്. കാരണം പാർട്ട്ണറിന് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അല്ലാണ്ട് വേറെ സംഭവമല്ലേ, അത് ബിസിനസ്സിലാണ്. പാർട്ട്ണർ മീൻസ് നമുക്കങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴപ്പോൾ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നവരെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് ബിസിനസ്സിലാവാം, പേഴ്സണൽ ലൈഫിലാവാം. അതായിരിക്കണം നമ്മുടെ ചോയ്സ്. നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉള്ള ഒരാൾ വേണം ചോയ്സ് ചെയ്യാൻ, രണ്ട് ഫീൽഡ്. അല്ലാണ്ട് ബിസിനസ് നമ്മൾ വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പറ്റത്തില്ല വിട്ടിട്ട് പോകുന്നവൻ ആ പാർട്ട്ണർ ആകത്തില്ല. പിന്നെ അങ്ങനെ ഒരുത്തിന് അങ്ങനെ കൊടുത്തിട്ട് 5 പൈസ ഉപകാരമില്ല. അതേ രീതി തന്നെയാണ് ലൈഫിലത്. നമുക്ക് എപ്പോൾ അവരുടെ സപ്പോർട്ട് വേണം അപ്പോൾ അവരില്ല, നമുക്ക് എല്ലാം ഉള്ളപ്പോൾ വരുന്ന അത് ഒരിക്കലും പാർട്ട്ണർ ആകത്തില്ല. അതിന് വേറെ വല്ലതും പറയും. ഓക്കെ.